നമ്മളിന്ന് വളരെ ഈസി ആയിട്ട് അരമണിക്കൂറിൽ മുടി കറുപ്പിക്കുന്നതാണ് കേട്ടോ. ഞാനിത് ചെയ്യാറുള്ളതാണ്. പലതരത്തിൽ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ തലയിൽ ഹെന്ന ഇടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കണം. 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കലക്കി വെച്ചതിന് ശേഷം നമുക്ക് അന്നേരം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലാക്സ് സീഡ് ഒരു 3-4 സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു പിടിയോളം കറിവേപ്പിലയാണ്. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഉപയോഗിച്ചതിന് ശേഷം 1-2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കറിവേപ്പിലൊക്കെ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കറുത്തിരിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഇനി ഒരു 2.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടിയുടെ വലുപ്പത്തിനും തിക്നെസ്സിനും അനുസരിച്ച് അതിൽ വെള്ളത്തിൻ്റെ അളവിനെ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുന്നേ ഒരു സാധനം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഞാനത് മറന്നു പോയതാണ്. പുതിന ഇലയാണ്. ഇതും ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതാണ്. കുറച്ച് കറുത്ത് പോയിട്ടുണ്ട് അതിൻ്റെ ഇലയൊക്കെ. പുതിനയില ഓപ്ഷനിലാണ്, പക്ഷേ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വരുമ്പോൾ നല്ലൊരു കളറാണ് ഇതിന് കേട്ടോ. അപ്പോൾ അതും ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു റിഫ്രഷിങ് തോന്നും നമുക്ക് തലയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. മാത്രമല്ല പനിക്കൂർക്കയില ഉണ്ടെങ്കിൽ നീരൊക്കെയുള്ളവർ ഇതിലിടാൻ മറക്കരുത്. ഇത് ഞാൻ സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് വെച്ചിട്ട് നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിട്ടില്ല. ആദ്യം ഞാനത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത്. മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ടാണ് വീഡിയോ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് തിളച്ച് വറ്റുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇടയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫ്ലാക്സ് സീഡ് ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഇനി ഇതിനെ ഒന്ന് നമുക്ക് വാർത്തെടുക്കാം. നമുക്കിതിൻ്റെ വെള്ളമാണ് ആവശ്യം. ഇതേ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇടയിലൊക്കെ തല കഴുകുകയും ചെയ്യാം. അപ്പോൾ ഈ ചൂടുകാലമായതുകൊണ്ട് തന്നെ നമ്മൾ ആഴ്ചയിലൊരിക്കൽ തലയിൽ എണ്ണ തേച്ചിട്ട് കഴുകാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഹെന്നയൊക്കെ മിക്സ് ചെയ്ത് വയ്ക്കുന്നതാണ്. ഇതും ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ്. അത് ഞാൻ കഴുകി എടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് ജ്യൂസ് അരിക്കുന്ന അരിപ്പയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ചൂടോടുകൂടി തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നാലാണ് ആ ജെൽ ഫോമിൽ നിന്ന് കുറച്ച് ലൂസായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മളിത് അരിച്ചൊഴിച്ച് വയ്ക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഒഴിച്ചു വെച്ചാൽ മാത്രം മതിയാവും. കണ്ടോ, ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വെള്ളത്തിന് നല്ലൊരു കളറുണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയോ അല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടിയോ അങ്ങനത്തെ ഒന്നും തന്നെ ചേർക്കാതെ തന്നെ നമ്മൾ ഹെന്ന കുറച്ച് കറുത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ഒട്ടും സമയമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നതും പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ് കേട്ടോ. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുമായിരിക്കും 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളും ഇതൊക്കെ തന്നെയായിരിക്കും. നമുക്കിത് കാത്തിരിക്കുകയൊന്നും വേണ്ട. രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയൊന്നും വേണ്ട. ഇതൊരു നല്ലൊരു ടിപ്പാണിത് കേട്ടോ. അപ്പോൾ അതാ ചൂടാറും തോറും ഈ വെള്ളം കുറച്ചിങ്ങനെ തിക്കായിട്ട് വരും. നമ്മൾ ഈ അരിച്ചു വെച്ച ഈ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചത് വേറെ ഒന്നുമല്ല, മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ വെള്ളമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ സിറം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കും. ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം മക്കൾ 2 പേരും തല കഴുകുകയും ചെയ്യും കേട്ടോ, ഷാമ്പു ഇടാത്ത സമയങ്ങളിൽ. ഇനി ഇത് നൂപുറിൻ്റെ ഹെന്ന മിക്സാണ്, മൈലാഞ്ചിപ്പൊടിയാണ്. അതെനിക്ക് ചെറിയ പാക്കറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏത് മൈലാഞ്ചിപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചി ആണെങ്കിലും നന്നായിട്ട് അരച്ചെടുത്തിട്ടൊന്ന് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തുണിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിക്കാറുള്ള മൈലാഞ്ചിപ്പൊടി കേട്ടോ. കുറച്ചും കൂടെ അതിലുണ്ടായിരുന്നു, അത് കൊട്ടിയെടുത്തതാണ്. അപ്പോൾ ഇത് ചെറിയ ചൂടിൽ തന്നെയാണ് ഞാനിത് ഈ മൈലാഞ്ചിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ വെള്ളം കുറേശ്ശെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, ചൂടാറും തോറും നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക. ജെൽ ഫോമിലാണ് ഇത് വരിക കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലാക്സ് സീഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ല് വെച്ചിട്ട് നമ്മൾ ഈ മൈലാഞ്ചി മിക്സ് ചെയ്തെടുക്കുമ്പോൾ മുടിക്ക് നല്ലൊരു തിളക്കവും കിട്ടും.
പിന്നെ കുറച്ച് പ്രോട്ടീനൊക്കെ കിട്ടും കേട്ടോ മുടിക്ക്. ഫ്ലാക്സീഡ് എല്ലാത്തിനും ഉപയോഗിച്ച് തുടങ്ങുന്നതാണ്. മുടിക്കാണെങ്കിലും മുഖത്തിനാണെങ്കിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പോൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസായി പോകരുത്. മാത്രമല്ല ഇത് നന്നായിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ കറുപ്പ് വന്നത്, അതായത് ഇങ്ങനെ കറുത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇരുമ്പ് ചട്ടിയിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ പുതിന ഇലയ്ക്കൊക്കെ ചെറിയൊരു പുളിപ്പും ഒരു ചവർപ്പൊക്കെ അല്ലേ. ഒരു പക്ഷേ ഞാനിത് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ എനിക്കിങ്ങനെ സൈഡിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ കറുത്ത് വരാറുണ്ട്. അതങ്ങനെ അതിശയമൊന്നുമല്ല, ഇരുമ്പ് പാത്രത്തിലാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം ഒരു 20-25 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറാവും. അപ്പോൾ ഇത് കാണാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചതാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇത് ഞാൻ തലയിൽ തേക്കാറാണ്. ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ, കണ്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീര് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നല്ല കറുപ്പായി വരും, വേഗം തന്നെ കറുത്ത് വരും കേട്ടോ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഹെന്ന മിക്സ് ഇരിക്കുന്നത്. നമുക്കിത് തലയിൽ തേക്കാം കേട്ടോ, പെട്ടെന്ന് തന്നെ തേക്കാം. ഞാൻ ഈ 2 സ്റ്റെപ്പ് ചെയ്യുന്നത് ഒരേ ദിവസം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, രാസ്നാദിപ്പൊടി തലയിൽ തിരുമണം. നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ, അതല്ലെങ്കിൽ പനിക്കൂർക്കയില ഇതിൽ ഈ വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു 4-5 ഇല ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നന്നായിട്ട് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ തലയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂര്യാഘാതം ഏറ്റിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ റെസ്റ്റിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. എൻ്റെ കൈയൊക്കെ കണ്ടില്ലേ, ശരിക്കും തലയിലും മുഖത്തും കയ്യിലൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിയാക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. മുടിയൊക്കെ ശരിക്കും നരച്ചിരിക്കുന്ന കണ്ടില്ലേ, എൻ്റെ തലയിൽ ശരിക്കും ഇത്രയും മുടിയൊക്കെ നരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ നമ്മൾ ഈ സൺബേൺ ഏറ്റ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സ്കിന്നൊക്കെ അടർന്ന് പോകുന്ന അത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നാട്ടിലും ഇതുപോലെ തന്നെ ചൂടൊക്കെ കൂടി വരികയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. മൊത്തത്തിൽ ഇങ്ങനെ കരിഞ്ഞു പോയ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിയായി വരുവാണ്. അപ്പോൾ കുറേ ദിവസമായി ഹെന്ന തേച്ചിട്ട്, അപ്പോൾ ഇന്ന് ഇത് തേക്കാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ തലയിൽ എത്രമാത്രം നരച്ച മുടിയുണ്ടെന്ന് ഇപ്പോൾ കണ്ടല്ലോ. ഇതുപോലെ ഒരു കവറ് കെട്ടിയിട്ട് നന്നായിട്ട് ഇതിനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കൂടുതലും ഞാൻ ഫ്രണ്ട് സൈഡിലാണ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എനിക്ക് ഫ്രണ്ട് ഭാഗത്താണ് മുടി ഒത്തിരി നരച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. സാധാരണ ഞാൻ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ തലയിൽ തേക്കാറാണ്. പക്ഷേ ഇതിപ്പോൾ ഈ കയ്യിലിങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ അത് ഇനി ആ കളറും കൂടെ പിടിക്കുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ കവറ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും നാട്ടിലൊക്കെ ചൂട് കൂടി വരികയാണ്. നാട്ടിലെന്നല്ല, എവിടെയാണെങ്കിലും ചൂടിലൊക്കെ പുറത്തിറങ്ങുമ്പോൾ ശരിക്കും നല്ല മോയ്സ്ചർ ക്രീം തേക്കുക, സൺസ്ക്രീൻ തേക്കുക. കഴിയുന്നതും നല്ല ചൂടുള്ള വെയിലുള്ള സമയത്തൊന്നും ആരും അങ്ങനെ പുറത്തിറങ്ങാതിരിക്കുക. കുട ചൂടായിട്ടോ അങ്ങനെയുള്ളതൊക്കെ സുരക്ഷാ മാർഗങ്ങളൊക്കെ കൂടി തന്നെ നമ്മൾ പുറത്തിറങ്ങണതായിരിക്കും നല്ലത്. അത്രയും ഡേഞ്ചറാണ് കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഹെന്ന ഇതിൻ്റെ ഇടയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ദിവസമായതുകൊണ്ട് തന്നെ മുടി നരച്ച ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നരച്ചിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു. എനിക്കിത് തലയിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ശരിക്കും നമുക്ക് ആ മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഒരു ദിവസമൊന്നും കാത്തിരിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തലയിലിരിക്കും തോറും നല്ലോണം കറുത്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചെറുനാരങ്ങ നീര് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കറുത്തിട്ടാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ മുടിയിൽ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് കഴുകിക്കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ 2 സ്റ്റെപ്പും ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ കൈയൊക്കെ നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർക്കാത്തതുകൊണ്ട് തന്നെ ആ ഒറിജിനൽ കളറാണ് നമുക്ക് കിട്ടുന്നത് മൈലാഞ്ചിയുടെ. ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആ ഉള്ളത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി, ഒരു പണിയുമില്ല. നമുക്ക് തലേ ദിവസമൊന്നും ഇങ്ങനെ കാത്തിരിക്കൊന്നും വേണ്ട. ഇനി ഇത് കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ്
ഇതാ ഞാൻ അതേ ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്, കഴുകിയെടുത്തതാണ്. ബാക്കിയുള്ള വെള്ളം കൂടെയാണത് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് നല്ല തിക്കായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഞാൻ ഇതുപോലെ തന്നെ മക്കൾ ഉപയോഗിക്കും, അതല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാറാണ്. ഇനി ഇതിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡറാണ് കേട്ടോ. ഇത് നീല അമരിപ്പൊടി ഖാദിയുടെയാണ് ഞാൻ വാങ്ങിക്കാറ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വേണമെന്നുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഈ ഒരു 2 സ്റ്റെപ്പായിട്ട് ഞാൻ കൂടുതൽ ചെയ്യാറൊന്നുമില്ല. ഒരുപാട് അങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നിൽക്കാറില്ല. പക്ഷേ മറ്റുള്ള രീതിയിനെക്കാട്ടിലും ഏറ്റവും എളുപ്പമായിട്ടുള്ളതും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതുമാണ് കേട്ടോ ഈ ഒരു രീതി. അപ്പോൾ ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലും നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. നീലയമരിപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും ഒരുപാട് ഇങ്ങനെ ഡൈ നോക്കി നടക്കുകയൊന്നും വേണ്ട. നമ്മൾക്ക് സമയമില്ല, ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റെപ്പ് ഒരേ ദിവസം ചെയ്തെടുത്താൽ മതി. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം മൈലാഞ്ചി തേച്ച് പിറ്റേ ദിവസം ഒരു രാത്രിക്ക് ശേഷം നമ്മൾ ഇൻഡിഗോ പൗഡർ തേക്കുന്നതും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞാനിവിടെ എളുപ്പത്തിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു വഴിയായിട്ടാണ് ഞാനിത് കാണിച്ചേക്കുന്നത്. ഇത് ഞാൻ ചെയ്യാറുള്ളതാണ് കേട്ടോ. ഒരു സ്റ്റെപ്പ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാനാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് അപ്പം തന്നെ തലയിൽ തേക്കണം, എന്നാലാണ് അതിൻ്റെ ആ ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതൊക്കെ അറിയായിരിക്കും. ഫ്ലാക്സ് സീഡ് ജെല്ല് വെച്ചിട്ടും ഇതുപോലെ ഹെന്ന മിക്സ് ചെയ്തെടുക്കുക, മുട്ട വെള്ളമൊക്കെ ചേർക്കുന്ന പോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഈ ജെൽ ഫോമിലാണ് ഇൻഡിഗോ പൗഡർ ഇരിക്കുക കേട്ടോ. ഇനി ഇതിനെ നമുക്ക് തലയിൽ തേക്കാം. ഞാനിത് നേരത്തെ ഇതുപോലെ മെഹന്തി തേച്ചതിന് ശേഷം തല കഴുകി വന്നതാണ് കേട്ടോ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എനിക്കിത് അറിയില്ലായിരുന്നു, ഇത് തേച്ചിട്ടൊന്നും കാണിക്കുന്നില്ലല്ലോ നിങ്ങൾ. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഒരുപാട് സമയം പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് എളുപ്പത്തിന് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിത് ചെയ്തത് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാറ്. അപ്പോൾ അതാ മുടിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ റെഡ് കളറായിട്ടുണ്ട്. നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടാൽ എങ്ങനെയാണോ കളർ വരിക ആ ഒരു രീതിയിൽ. ഇനി ഇതിനെ ഒരു അരമണിക്കൂറൊന്ന് ഫാനിൻ്റെ ചോട്ടിലിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും. നല്ല തിക്ക് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതെൻ്റെ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ തിക്കായിട്ടുള്ള മുടിയല്ല എൻ്റെ അത് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി കിട്ടി, പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടല്ലേ. അപ്പോൾ നല്ലൊരു ഷൈനി ആയിട്ടിരിക്കും. നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് ചേർത്തിട്ട് ഹെന്ന മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഡൈ ചെയ്യില്ലേ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട്, ആ ഡൈ ചെയ്യുന്ന പോലെയാണ് നമ്മൾക്ക് ഈ 2 സ്റ്റെപ്പും ചെയ്തിട്ട് എടുക്കുമ്പോൾ ഉണ്ടാവുക. ഇനി ഞാനിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഇൻഡിഗോ പൗഡറാണ് കേട്ടോ. ഇത് കാണുന്നുണ്ടോ? ഇത് ഇതുപോലെ തന്നെ ഒരു കവറ് കയ്യിൽ കെട്ടി, എന്നിട്ട് ആ കവറ് വെച്ചിട്ടാണ് ഞാൻ ഈ ഇൻഡിഗോ പൗഡർ തലയിൽ തേക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം മൈലാഞ്ചിപ്പൊടി തേച്ച് തല കഴുകിയതിന് ശേഷം മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇൻഡിഗോ പൗഡർ തേക്കുന്നത്. ജലദോഷമുള്ളവരോ അങ്ങനെ നീരിറക്കമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് തേക്കരുത്, പിറ്റേ ദിവസം തേക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ചെയ്യാറുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കാണിച്ചത്. എനിക്കിതിൻ്റെ പേരിൽ ജലദോഷമൊന്നും ഇതുവരെ വന്നിട്ടില്ല, നീരിറക്കമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം ശ്രദ്ധിക്കണം, തലവേദനയുള്ളവരൊക്കെ കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഇൻഡിഗോ പൗഡർ ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. ഒത്തിരി സമയം വെക്കുന്നില്ല. ഇതും നല്ല കറുത്ത കളറായിട്ട് വരും കേട്ടോ ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേനും. അപ്പോൾ ഞാൻ 20 മിനിറ്റിന് ശേഷം ഇതാ നല്ല കട്ട കറുപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഇൻഡിഗോ പൗഡറാണ് കേട്ടോ. സൈഡിലൊക്കെ കണ്ടില്ലേ നല്ല കറുത്തിട്ടാണ്. ഇനി ഇത് ഞാൻ കഴുകിയതിന് ശേഷം മുടി ഉണങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാ മുടി ഒരുപാട് ഉണങ്ങിയിട്ടില്ല, എന്നാലും അത്യാവശ്യം മുടി ഉണക്കമായിട്ടുണ്ട്. നല്ല നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഹെന്നയുണ്ടല്ലോ, ഹെന്നയല്ല നമ്മൾ ഡൈ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ 2 സ്റ്റെപ്പ് ചെയ്തെടുക്കുമ്പോൾ. ഇത് ശരിക്കും ലൈവ് റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എൻ്റെ മുടിയൊക്കെ ശരിക്കും ഞാൻ ഈ ബ്ലാക്ക് അടിച്ച വൈറ്റ് മുടിയിൽ ബ്ലാക്ക് അടിച്ച പോലത്തെ ഒരു പ്രത്യേക കളറാണ് ഇൻഡിഗോ പൗഡർ ഇതുപോലെ 2ാമത്തെ സ്റ്റെപ്പിൽ ഇട്ട് വന്നു കഴിഞ്ഞാൽ. നല്ല കട്ടിക്കറുപ്പാണ് കേട്ടോ. അതെല്ലാവർക്കും ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല കറുപ്പ്, എൻ്റെ മുടി ഓൾറെഡി ഉള്ളതിനെക്കാട്ടിലും കുറച്ച് കറുപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാ സൈഡിലൊന്നും മുടി അങ്ങനെ വൈറ്റ് മുടിയൊന്നും കാണുന്നില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ലൊരു ഹെന്നയാണ് കേട്ടോ.